പ്രധാനമന്ത്രി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 71-ലെ ഇന്ത്യ പാക് യുദ്ധകാലം, അന്ന് INS കുക്രി ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലെ ധീരമായ വേദനയാണ്. അന്ന് ഞാൻ പറയാം, വേദന എന്ന് പറയില്ല, ധീരമായ വേദനയാണ്. അന്ന് ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഹോർമിസ് കടലെടുക്ക് താണ്ടിയ ഒരു കപ്പൽ, ആ കപ്പലിൽ താങ്കൾ ഉണ്ടായിരുന്ന കാര്യം ഒരു ലേഖനത്തിൽ ഇന്ന് വായിച്ചു, അങ്ങ് എഴുതിയത്. അന്ന് ഇറാന്റെ ചെറിയാനങ്ങൾ തടഞ്ഞ കാര്യം താങ്കൾ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന സമയവും അവിടെ നമ്മുടെ ബാക്ക് യാർഡിൽ ഇറാന്റെ ഒരു കപ്പൽ, ഇന്ത്യയിലേക്ക് വന്ന് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക ടോർപിഡോ വെച്ച് മുക്കിയ ഈ സമയവും 37 ഇന്ത്യൻ ഫ്ലാഗ് കപ്പലുകൾ, അതിലെ 1109 ജീവനക്കാർ അവിടെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സാഹചര്യം മാനേജ് ചെയ്യാൻ കഴിയുക, ശ്രീ പ്രഭാകരൻ പലേരി? ഈ 1971-ലെ യുദ്ധത്തിൽ ഞാനും ഉണ്ടായിരുന്നു. താങ്കൾ ഇപ്പൊ കുക്രിയെ പറ്റി പറഞ്ഞു, ക്യാപ്റ്റൻ മുല്ലയെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് യുദ്ധം എന്ന് പറയാൻ ഞാൻ ഭാവിക്കുന്നില്ല. കാരണം ഇത് യുദ്ധമായിട്ട് ഒന്നാമത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതുവരെ. അമേരിക്കൻ കോൺഗ്രസ് ആണത് ചെയ്യേണ്ടത്. പിന്നെ യുദ്ധം എന്ന് പറയുന്ന സംഗതി 2021 മുതൽ അവസാനിച്ചു എന്നാണ് ഞാൻ പറയുക. അവിടെ യുദ്ധം എന്താണെന്ന് പറഞ്ഞാൽ സംഘർഷം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമ്പോഴാണ് അത് യുദ്ധമായിട്ട് മാറുക. അത് രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കണം, ഡിക്ലെയർ ചെയ്യണം. ഇത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം. അതും യുദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊക്കെ ഞാൻ എഴുതിയ എന്റെ പ്രബന്ധങ്ങളിലും എന്റെ പുസ്തകങ്ങളിലും നോക്കിയാൽ മനസ്സിലാവും. അത് തന്നെ ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ഞാനിവിടെ കാര്യമായിട്ട് ഒരു പ്രത്യേക സംഗതി ഒന്നും കാണുന്നില്ല. ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ 1951 മുതൽ തുടങ്ങിയതാണ്. ഞാൻ ഇറാനിൽ പോയിട്ടുണ്ട്, ഞാൻ പലതും ചെയ്തിട്ടുമുണ്ട്. 51 മുതൽ തുടങ്ങിയ സംഭവമാണ് ഇത്. അതിന്റെ അവസാനമായോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനെപ്പറ്റി ഞാൻ ശരിക്കും പഠിച്ചു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അമേരിക്കയെ തുടങ്ങിയ 51 മുതൽ തുടങ്ങിയ ഈ യുദ്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. പല ഭാഗത്തും ഇറാൻ, ഇറാഖ് അങ്ങനെ പല ഘട്ടങ്ങളിലും കൂടെ വന്നു. 51, 53, 79 രേസാ പാൽവി പോയ സമയത്ത്, പിന്നെ 80-ലെ ഇറാൻ ഇറാഖ് യുദ്ധം. അപ്പൊ ഇത് ഇനി തുടർന്നു പോകാനേ സാധ്യതയുള്ളൂ. ഇതൊരു പക്ഷേ എപ്പോഴാണ് അവസാനിക്കുക എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ഇത് സംഘർഷമായതുകൊണ്ട് ഇത് കൺട്രോൾ നിയന്ത്രിക്കാൻ സാധിക്കും. യുദ്ധം നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ കേട്ട ആ ന്യൂസ്, ഒരു ഷിപ്പിനെ, ഒരു യുദ്ധക്കപ്പലിനെ, ദീന എന്ന് പറയുന്ന യുദ്ധക്കപ്പലിന് ഒരു അമേരിക്കൻ സബ്മറീൻ മുങ്ങിക്കപ്പൽ ടോർപിഡോ അടിച്ചു അതിനെ മുക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുക്രിക്കും സംഭവിച്ചിട്ടുള്ളത്. 3 ടോർപിഡോകളാണ് അന്ന് വന്നത്. അതുപോട്ടെ, ഇവിടെ ഇപ്പോ എത്ര ടോർപിഡോസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വലിയൊരു കപ്പലാണ്. ഈ കപ്പലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഇറാൻ നാവികസേനയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു കപ്പലാണ്. ഒരു 5 വർഷം മറ്റോ ആയിട്ടുള്ളൂ. അതിലുള്ള എല്ലാ സാമഗ്രികളും ഇറാനിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എൻജിൻ, ആയുധങ്ങൾ, അതിൽ മിസൈൽസ് ഉണ്ട്, സർഫേസ് ടു സർഫേസ് മിസൈൽസ് ഉണ്ട്, ടോർപിഡോസ് ഉണ്ട്. അതിന് സബ്മറീനെയും അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ കപ്പൽ അവിടെ ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് വന്നത്, ഈ 74 രാജ്യങ്ങളും അതിലെ ഒരു അമേരിക്കൻ കപ്പലും വരേണ്ട സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് വന്നിട്ടില്ല. ഈ കപ്പൽ വന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിലേക്ക് അത് എത്തിയത് ബ്രസീലിൽ നിന്നാണ്. അപ്പൊ ഇത് ലോക പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. കാരണം അത് എല്ലാ രാജ്യങ്ങളും ചെയ്യും. അതിൽ ഒന്നാമത് ഇതിന് കച്ചവട സാധ്യതകളുണ്ട്. ഇതുപോലെയുള്ള കപ്പലുകൾ ഇറാൻ ഉണ്ടാക്കാൻ പറ്റി അത് പല രാജ്യങ്ങൾക്കും കാണിച്ചു കൊടുത്ത് വിൽക്കാനും പറ്റും. അതും യുദ്ധ സാമഗ്രികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാനും യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാനിലേക്ക് പോയത്, ഇറാൻ ആ ഭാഗത്തേക്ക് പോയത്, നമ്മളെ നാട്ടിന്റെ പറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് യുദ്ധം തുടങ്ങി ഒരു 5-6 ദിവസം കഴിഞ്ഞ് യുദ്ധം തുടങ്ങി. അപ്പോൾ മുങ്ങിക്കപ്പലുകൾ, ആ മുങ്ങിക്കപ്പലുകൾ പക്ഷേ ഇത് അറിയണം എന്നില്ല. കാരണം അമേരിക്കയിലെ മുങ്ങിക്കപ്പലുകൾ കടലിനടിയിൽ പോകുന്ന 6 മാസമൊക്കെ കടലിനടിയിൽ നിൽക്കുന്നവരാണ്. അത് എനിക്കറിയാം. അപ്പൊ ആ മുങ്ങിക്കപ്പലിന് ഇതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതൊരു കപ്പൽ കണ്ടു, ഇറാന്റെ കപ്പൽ കണ്ടു, യുദ്ധം അതിനെ മുക്കി. കാരണം അപ്പോഴത്തേക്ക് യുദ്ധം നടന്നു എന്നുള്ള കാര്യം, തുടങ്ങി എന്നുള്ള കാര്യം അവർക്ക് അറിയാം. അതിൽ മുങ്ങിപ്പോയി ഒരു ടോർപിഡോ അടിച്ചു. ശ്രീലങ്കൻ നാവികസേന പോകാനുള്ള കാരണം അന്താരാഷ്ട്രീയ നിയമപ്രകാരമാണ്. അതായത് ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ എഗ്രിമെന്റ് ഉണ്ട്. 7 രാജ്യങ്ങൾ അടങ്ങുന്ന എഗ്രിമെന്റിൽ ഇന്ത്യയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിന് ഏറ്റവും അടുത്തുള്ള ഒരു രാജ്യം പോയി എന്ന് പറയാം. അതായത് ശ്രീലങ്കയാണ് ഏറ്റവും അടുത്തുള്ളത്. അവരെ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ മൗറീഷ്യസ് ആകാം, പല രാജ്യങ്ങളും ആകാം. 7 രാജ്യങ്ങൾ അടങ്ങിയ ഒരു
അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയാണ്, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ അന്താരാഷ്ട്രീയ സെർച്ച് ആൻഡ് റെസ്ക്യൂ എഗ്രിമെന്റ് പ്രകാരമാണ്. ഇന്ത്യ ചെയ്യണമത്, ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യമാണത്. അത് ഇന്ത്യ നിയന്ത്രിക്കുന്നു, പക്ഷെ ഇന്ത്യ പോയിക്കൊള്ളണമെന്നില്ല. ഏതാണ് രാജ്യം അതിന് ഏറ്റവും അടുത്തുള്ളത് അതാണ് പോവുക. അത് വളരെ ഭംഗിയായിട്ട് ശ്രീലങ്കൻ നാവികസേന ചെയ്തു. ശരിക്കും കോസ്റ്റ് ഗാർഡ് ആണ് പോകേണ്ടത്, പക്ഷെ അവർക്ക് അത്രയും വലിയ കോസ്റ്റ് ഗാർഡ് ഇല്ല. അതിൽ 180ഓളം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏകദേശം 32 പേരാണ് ശ്രീലങ്കയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും മരിച്ചു എന്ന് തന്നെ പറയാം. കാണാതായെന്നൊക്കെ പറയുന്നതൊക്കെ മരിച്ചവരാണ്. അത്രയും ദൂരെയാണ്, അവരെയൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അത് യുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം. കാരണം ഈ കപ്പലിന്റെ കൂടെ വേറൊരു കപ്പലും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല അതിന്റെ പേര്. വേറൊരു കപ്പലും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നേരത്തെ പോയെന്നാണ് ഞാൻ കേട്ടത്. IRS ബുഷഹർ, അതും ഇപ്പോഴും ആ മേഖലയിൽ തന്നെ ഉണ്ട്. അതും ശ്രീലങ്കയിലോട്ട് അടുക്കുകയാണെന്ന് കേൾക്കുന്നുണ്ട്. അതല്ല, മൊത്തം 3 കപ്പലുണ്ടായിരുന്നു. മാക്രാൻ കോസ്റ്റിന്റെ പേരാണ് അതിന് കൊടുത്തിരുന്നത്. മാക്രാൻ എന്ന് പറയുന്നത് നമ്മളെ കറാച്ചി, ഒർമാറ, ജീവാനി ആ ഭാഗത്തുള്ള കോസ്റ്റ് ലൈനാണ്. മാക്രാൻ കോസ്റ്റിന്റെ പേരാണ് അവര് അതിന് കൊടുത്തിരിക്കുന്നത്. ഇറാനോട് ബന്ധപ്പെട്ടുള്ള ഐറിസ് മാക്രാൻ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള സപ്പോർട്ട് ഷിപ്പും കൂടെയാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ സാധാരണ സംഭവിക്കും. ഇതുപോലുള്ള സംഘർഷത്തിൽ ഫോഗ് ആൻഡ് ഫ്രിക്ഷൻ നമുക്ക് ഇങ്ങനെ വല്ലതും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തടയാൻ പറ്റില്ല. ശരിയാണ്. പക്ഷേ ഞാൻ കാണുന്നത് 9 നമ്മൾ മാൻ ടു മാൻ, അല്ലെങ്കിൽ മനുഷ്യൻ ടു മനുഷ്യൻ, അല്ലെങ്കിൽ സംസ്ഥാനം ടു സംസ്ഥാനം, അല്ലെങ്കിൽ രാജ്യം ടു രാജ്യം ഉള്ള സാധാരണ നീതിയോ ധാർമ്മികതയോ അല്ല യുദ്ധകാലത്തെ ധാർമ്മികത, അത് മറ്റൊന്നാണ് എന്ന് പറയുന്നത് പോലെ സാർ, ഇവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നതാണ്. നമ്മുടെ തെരുവ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണും, നമ്മുടെ തെരുവുകൾ കൂടി നമ്മുടെ അഭിമാനമായി അവർ പരേഡ് ചെയ്തവരാണ്. നമ്മുടെ രാഷ്ട്രപതിക്ക് സല്യൂട്ട് കൊടുത്തവരാണ്. നമ്മുടെ രാഷ്ട്രപതി അവർക്ക് സല്യൂട്ട് കൊടുത്തവരാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് അത് മോശം, അത് വേണ്ടായിരുന്നു എന്നെങ്കിലും പറയാനുള്ള ഒരു ധാർമ്മികത വേണ്ടെന്നാണോ യുദ്ധകാലത്ത് ശ്രീ പ്രഭാരം ബലേരി? അതെനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം അതും എന്റെ വിഷയമായിട്ട് യാതൊരു ബന്ധവും ഞാൻ കാണുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.